ഞാൻ ഈ മാധ്യമപ്രവർത്തനത്തിൽ തുടങ്ങിയിട്ട് 60 വർഷമായി. തൃശ്ശൂരായിരുന്നു അതിൻ്റെ തുടക്കം. ഈ 1965 തൃശ്ശൂർ, ഞങ്ങളുടെ നാട് ചേലക്കരയിലാണ്. പക്ഷെ അച്ഛൻ നവജീവൻ്റെ പത്രാധിപരായിരുന്നുകൊണ്ട് തൃശ്ശൂരിലേക്ക് താമസം മാറ്റി വേവോദയ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഞാനവിടെ പ്രസംഗ മത്സരം നടത്തിയിട്ടാണ് ഈ ശിശുദിനത്തിന് കുട്ടികളുടെ പ്രൈം മിനിസ്റ്റർ എടുക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗ മത്സരം നടത്തി ഒന്നാം സമ്മാനം എനിക്ക് കിട്ടി. അത് തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് കുട്ടികളുടെ പ്രധാനമന്ത്രിയായിട്ട് പ്രസംഗിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അന്നത്തെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾ ഏത് ജില്ലയിലാണോ അവിടെ ഗവർണർ പോയി അധ്യക്ഷത വഹിക്കും. അപ്പം അങ്ങനെ അന്ന് വി ഗിരിയായിരുന്നു ഗവർണർ. 65 മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അപ്പം അങ്ങനെ ജയിച്ചിട്ട് അവിടെ പോയി ഗവർണറുടെ അധ്യക്ഷതയിൽ നടന്ന ഇത് കുട്ടികളുടെ പ്രധാനമന്ത്രിയായി ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ അത് വേവോദയ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പം ഈ കുട്ടികളുടെ പ്രൈം മിനിസ്റ്റർ എടുക്കുന്നത് പിന്നെ പ്രസംഗ മത്സരം നടത്തിയിട്ട് അതിൽ ആര് ഫസ്റ്റാണ്, അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ തൃശ്ശൂർ തേക്കിൻകാടിലെ വിദ്യാർത്ഥി കോർണറിലായിരുന്നു അന്നത്തെ സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ശിശുദിനാഘോഷം. അതിലാണ് ഗവർണർ അധ്യക്ഷത വെച്ചാൽ അതിൽ പ്രധാനമന്ത്രിയായിട്ട് ഞാൻ പങ്കെടുത്തു. അങ്ങനെ ഇതാണ്. അപ്പോൾ ഇത് ഈ കാരണം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ പത്രവായന എൻ്റെ ഒരു ശീലമായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം എൻ്റെ അച്ഛൻ ആദ്യം മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന ആളാണ്. പി നാരായണൻ സാർ എന്ന് പറയും. കേശവ മേനോൻ പിന്നെ സിലോൺ ഹൈക്കമ്മീഷണറായിട്ട് പോയ ഒടുവിൽ അച്ഛനാണ് മാതൃഭൂമി പത്രാധിപരായത്. അദ്ദേഹം അത് 64 മറ്റാണ് സംഭവം. അപ്പോൾ അങ്ങനെ കേശവ മേനോൻ സിലോൺ ഹൈക്കമ്മീഷണറായിട്ട് പോയ അവസരത്തിൽ അന്ന് പിന്നെ പത്രാധിപരായിട്ട് അച്ഛനാണ് വന്നത്. 3 കൊല്ലം അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് ദേശാഭിമാനി ആ സമയത്ത് രാജ്യം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഈ പത്രമായിട്ട് ബന്ധം ഞാൻ ഈ കുട്ടിക്കാലത്ത് തന്നെ അച്ഛന് 3-4 പത്രങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടും. ദേശാഭിമാനി, തൃശ്ശൂരത്തെ നവജീവൻ, മാതൃഭൂമി, പിന്നെ ഒരു പത്രം കൂടി ഉണ്ടായി, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, തൃശ്ശൂർ എക്സ്പ്രസ്. ഈ 4 പത്രങ്ങളും ഫ്രീ ആയിട്ട് അതിന് കിട്ടും. അപ്പോൾ ഞാൻ പത്രമായ ഒരു തുടക്കം മുതൽ വലിയൊരു നിർബന്ധമായിരുന്നു ആളിന്. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു കേട്ടോ. അന്ന് 4 പത്രങ്ങളുണ്ടായിരുന്നു, ഇന്ന് 6 പത്രങ്ങളുണ്ടായിരുന്നു. 4 എനിക്ക് ഫ്രീ കിട്ടുന്നതാണ്. കാരണം മാതൃഭൂമിയിൽ ഞാൻ വർക്ക് ചെയ്തപ്പോൾ മാതൃഭൂമി ഫ്രണ്ട്, ജനയുഗത്തിൻ്റെ എഡിറ്ററായപ്പോൾ ജനയുഗം ഫ്രീ ആയിട്ട് കിട്ടി. ദേശാഭിമാനി എനിക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പത്രം കൂടി ഉണ്ട്, അതായത് പേര് ഞാൻ മറന്നു. അങ്ങനെ 4 പത്രങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എനിക്ക്. പിന്നെ അപ്പോൾ ഇത് തുടക്കത്തിൽ എന്നെ ഇതിൽ പ്രേരിപ്പിച്ചത് കെ വാര്യർ MP ആയിരുന്നു. തൃശ്ശൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന MP ആയിരുന്ന അദ്ദേഹം. അപ്പോൾ ഞാൻ ഈ കുട്ടിക്കാലം മുതൽ എനിക്ക് ഈ ഇംഗ്ലീഷിൻ്റെ വലിയ ഗ്രാഹ്യം. അപ്പോൾ പലതും ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു. അതിന് പ്രധാന കാരണം എൻ്റെ അച്ഛനാണ്. അച്ഛന് കാഴ്ചശക്തി കുറവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് MP ഒക്കെ ആയിരുന്നെങ്കിൽ അന്ന് പെൻഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നാട്ടിലിരിക്കുമ്പോൾ ജീവിക്കാൻ വേറെ അധികം പൈസയൊന്നുമില്ല അന്ന്. അപ്പോൾ അച്ഛനോട് ഈ സോവിയറ്റ് ലാൻഡുണ്ട് മദ്രാസിലുണ്ടായിരുന്നു, അവിടുത്തെ IS നമ്പൂരി അദ്ദേഹം ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ PN എന്നാണ് അച്ഛനെ പറയുക, പി നാരായണൻ നായർ, കുറച്ച് മാറ്റർ തർജ്ജമ ചെയ്യാൻ എൻ്റെ പുസ്തകങ്ങളൊക്കെ, അപ്പോൾ PN അയച്ചു തന്നാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഏറ്റു അത്. അപ്പോൾ അങ്ങനെ മാറ്റർ അയച്ചു തന്നാൽ ആദ്യം, അപ്പോൾ അച്ഛന് കാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇംഗ്ലീഷിൽ മാറ്റർ വായിച്ചു കൊടുക്കും, അച്ഛനത് മലയാളം പറയും, ഞാനത് എഴുതും. അങ്ങനെ ഒരു 3 ടയറിൽ ഇതായിട്ട് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാനിത് ട്രൈ ചെയ്ത് നോക്കട്ടെ, അച്ഛന് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ അച്ഛന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി ഒരു പാരഗ്രാഫ് പിന്നെ ഞാൻ തർജ്ജമ ചെയ്ത് അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും വായിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ്റെ ഈ കൈ തന്നു. ഇനി എന്നെ ബുദ്ധിമുട്ടിക്കേണ്ട യാതൊരു കാര്യമൊന്നും എനിക്കില്ല, നീ ചെയ്തോളൂ പറഞ്ഞു. പക്ഷേ അപ്പോൾ അധികം കാര്യം തുടർന്നില്ല. കാരണം എനിക്ക് അപ്പോഴേക്കും പിന്നെ ഈ തൃശ്ശൂർ എക്സ്പ്രസ് ഞാൻ അന്നൊക്കെ എഴുതുമായിരുന്നു കുറേശ്ശെയൊക്കെ. അപ്പോൾ അതിൽ പിന്നെ പാർട്ട് ടൈമായിട്ട് ജോലി. അപ്പോൾ കേരള കോളേജിൽ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന 5 മണി മുതൽ 8-9 മണി വരെ വന്ന് ലോക്കലായിട്ടുള്ള ഐറ്റംസൊക്കെ കവർ ചെയ്ത് അങ്ങനെ കൊടുത്ത് അങ്ങനെ പാർട്ട് ടൈം എടുക്കും. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മാതൃഭൂമിയുടെ 6 കൃഷ്ണൻകുട്ടി നായരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം പറഞ്ഞു, നീ ഇങ്ങനെ എക്സ്പ്രസ്സിൽ നിന്നാൽ മതിയോ,
ഞാനൊരു കാര്യം പറയാം, നിനക്ക് മാതൃഭൂമിയിൽ ഞാനൊരു ചാൻസ് തരാം. അപ്പോൾ പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് പഠിക്കാനുമുള്ള മോഹമുണ്ട് എനിക്ക്. അപ്പോൾ നീ തിരുവനന്തപുരത്ത് പോകണം. തിരുവനന്തപുരത്ത് ആകുമ്പോൾ ഈവനിങ് കോളേജ് തുടങ്ങുന്നുണ്ട്, നിനക്ക് പഠിക്കുകയും ചെയ്യാം വർക്കുകയും ചെയ്യാം. അങ്ങനെ 65-ൽ എന്നെ പാർട്ട് ടൈമായിട്ട് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ ലേഖകനായിട്ട് നിയമിച്ചു. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈവനിങ് കോളേജ് തുടങ്ങിയത് കൊണ്ട് വൈകുന്നേരം കോളേജിൽ പോയാൽ മതി. കാലത്ത് 10 മുതൽ വൈകുന്നേരം 5 മണി വരെ ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ വർക്ക് തുടങ്ങി. അത് കഴിഞ്ഞ് 2-3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കൺഫേംഡായി. പിന്നെ എനിക്ക് ആദ്യമായിട്ട് നിയമിച്ചത് തൃശ്ശൂരാണ്. തൃശ്ശൂർ പോയി. അപ്പോൾ എൻ്റെ നാടും കൂടെ ആയിരുന്നു, വലിയ സന്തോഷമായി. 3-4 വർഷം അവിടെ. അപ്പോൾ തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായി ആ സമയത്ത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഫർദർ സ്റ്റഡി ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കേരള കോളേജിൽ നിന്ന് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു. പിന്നെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കേരളമേൽ വേറെ ഇത് പകലൊക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഡേ കോളേജിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഈവനിങ് കോളേജ് ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങിയ വിവരം അറിഞ്ഞത്. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ തിരുവനന്തപുരത്ത് കിട്ടിയാൽ എനിക്ക് അവിടെ ഫർദറായിട്ട് പഠിക്കാമായിരുന്നു, പിന്നെ ജോലിയും ചെയ്യാമായിരുന്നു. എന്നിട്ട് അങ്ങനെ ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്നു. ഇവിടെ വന്ന സമയത്ത് അന്ന് ശർമാജി ഇസ്കസിൻ്റെ നേതാവുണ്ടല്ലോ, അദ്ദേഹം ഞാനായിട്ട് ഇസ്കർ തൃശ്ശൂർ യൂണിറ്റിലേക്ക് ഉള്ളതുകൊണ്ട് നല്ല പരിചയമുണ്ട്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ശർമാജി ഒരു ഈവനിങ് കോളേജ് അപ്പോൾ ഭാഗ്യത്തിനപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ഈവനിങ് കോളേജ് തുറന്നിട്ടുണ്ട്, അവിടേക്ക് കിട്ടിയാൽ എനിക്ക് സൗകര്യമായിരുന്നു, പകൽ മാതൃഭൂമിയിലും പോകാമെന്നോട്. അതിനെന്താ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഡോക്ടർ NS വാര്യരായിരുന്നു പ്രിൻസിപ്പൾ. ശർമാജി ഭയങ്കര കൂട്ടം. അപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, അവൻ വന്നിട്ട് അവൻ ഈവനിങ് കോളേജിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം അവിടെ കൊടുത്തു. അപ്പോൾ അവിടെ അന്ന് പിന്നെ ONV ഉണ്ട്, മലയാളമാണ് എടുത്തത്. N കൃഷ്ണപിള്ള സാറ് പ്രിൻസിപ്പൽ പ്രൊഫസർ, ONV ഉണ്ട്, തിരുനെല്ലൂർ കരുണാകരൻ, പിന്നെ ഒരു നമ്പൂരി സാറുണ്ട്, ആ പേര് എന്തോ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, മലയാളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതായി. അപ്പോൾ ഞാൻ അതിൻ്റെ യൂണിയൻ്റെ നേതാവായി അങ്ങനെ ഒരു പഠിച്ചു. പിന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് മാതൃഭൂമിയിൽ. അപ്പോൾ ആ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞപ്പോൾ ആദ്യം അവർ പിന്നെ തൃശ്ശൂർക്ക് അയച്ചു. തന്നെ എൻ്റെ നാട് തൃശ്ശൂർ ആയതുകൊണ്ട് കൂടുതൽ എന്നൊക്കെ അവിടെ പോയി വെള്ളി വളർന്നു. അപ്പോൾ എന്നെ ചില സ്ഥിരം പങ്ക്തികൾ ഞാൻ എഴുതാൻ തുടങ്ങി. അതിലൊന്ന് ചിലമ്പൊലി എന്ന് പറഞ്ഞിട്ടൊരു തൃശ്ശൂരായതുകൊണ്ട് ഈ സാഹിത്യത്തിൻ്റെ ഒക്കെ ഇതാണല്ലോ, കലാമണ്ഡലം ഉൾപ്പെടെ സാഹിത്യ അക്കാദമി ഉണ്ട്, സംഗീത നാടക അക്കാദമി ഉണ്ട്, ലളിതകലാ അക്കാദമി ഉണ്ട്, കലാമണ്ഡലമുണ്ട്. പിന്നെ അങ്ങനെ ആ രീതിയിൽ ആ ജില്ലയിൽ കലാപരമായിട്ടുള്ള ഒരു ഔന്നത്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അതിനും താല്പര്യം. അപ്പോൾ ഞാൻ എന്നിട്ട് സ്ഥിരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും ചിലമ്പൊലി എന്ന് പറഞ്ഞിട്ട് ഒരു പങ്ക്തി, അതിലൊരു പകുതി പേജോളം വരുമായിരുന്നു വിത്ത് ഫോട്ടോ. അപ്പോൾ അന്ന് കലാമണ്ഡലത്തിലുള്ളത് തൃശ്ശൂർ നടനനികേതനുണ്ടായിരുന്നു. അങ്ങനെ കുറേ അതിൻ്റെ ഒക്കെ ആയിട്ട് വാർത്ത കൊടുത്ത് അങ്ങനെ സൂര്യൻ എന്നുള്ള പേരിലാണ് ഞാൻ എഴുതിയിരുന്നത്, തൂലികാനാമം. കുറേ കഴിഞ്ഞ് അത് കഴിഞ്ഞ് 2-3 കൊല്ലം അങ്ങനെ പോയി ഇതാക്കി. അപ്പോൾ അതിനെനിക്ക് ഒരു അവാർഡും കിട്ടി കേട്ടോ, ഈ സാഹിത്യ കല ഇതിൽ നിലനിന്നിട്ട് ഒരു അവാർഡും കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എനിക്ക് അതിലേറെ സൗകര്യമായി. കാരണം ഈവനിങ് കോളേജ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ BA കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫർദറായിട്ട് സ്റ്റഡി ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ശർമാജി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇസ്കസിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ശർമാജി ഒന്ന് ഡോക്ടർ NS വാര്യരുടെ പ്രിൻസിപ്പളായിരുന്നു. അതിൽ പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ കിട്ടി. അങ്ങനെയാണ് ഇവിടുന്ന് ബാക്കി ഫർദർ സ്റ്റഡി നടന്നത്. പിന്നെ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു കൂടുതൽ. 35 വർഷം മൊത്തം മാതൃഭൂമിയിൽ വർക്ക് ചെയ്തു. അതിൽ 30 വർഷവും തിരുവനന്തപുരത്തായിരുന്നു. അവസാനം അതിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോയി. അതുപോലെ മലപ്പുറം എഡിഷൻ തുടങ്ങിയപ്പോൾ കോട്ടയ്ക്കൽ അതിൻ്റെ ചാർജായിട്ട് എനിക്ക് പോകേണ്ടി വന്നു. ബാക്കിയുള്ള സമയത്ത് മുഴുവൻ ഇവിടെയായിരുന്നു. അപ്പോൾ 35 വർഷം മൊത്തം. അപ്പോൾ ഞാൻ ഈ ചിലമ്പൊലിയിൽ അതും കല മാത്രമല്ല രാഷ്ട്രീയം വേണ്ട. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കടിക്കാൻ പറ്റിയത് MV രാഘവൻ്റെ ബദൽ രേഖ. അതങ്ങനെ വളരെ രഹസ്യമായിട്ട് കിട്ടി. പക്ഷെ അതെനിക്ക് കിട്ടി. അത് കിട്ടിയപ്പോൾ അത് മാതൃഭൂമിയിൽ 3 ദിവസം തുടർച്ചയായിട്ട് 1-ാം പേജിൽ ഫസ്റ്റ് സ്റ്റോറിയായിരുന്നു അത് അന്ന് വന്നിരുന്നത്. അപ്പം അങ്ങനെ ഈ രാഷ്ട്രീയ ലേഖനങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് മാതൃഭൂമിനെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻ്റായിട്ട് നിയമിച്ചു. രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതിന്നുണ്ട്. അങ്ങനെ പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടും കുറേ കാലം അങ്ങനെയായിരുന്നു. 35 വർഷം ഞാൻ വർക്ക് ചെയ്ത്. അത് ബദൽ രേഖ എന്ന് പറഞ്ഞാൽ അത് ഈ MV രാഘവനാണ് അത് തയ്യാറാക്കിയത്. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് വ്യക്തമായ അഭിപ്രായ ഭിന്നത രേഖപ്പെടുത്തുന്ന രേഖയായിരുന്നു അത്, ബദൽ രേഖ. അപ്പോൾ അതെന്ന് വളരെ രഹസ്യമായിട്ട് എനിക്ക് കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ 2-3 ദിവസമായിട്ട് മാതൃഭൂമിയിൽ തുടർച്ചയായിട്ട് മെയിൻ അതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് പാലക്കാട്ടിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു. പിന്നെ എന്തോ പേര് പറഞ്ഞു, പിന്നെ
സുധാകരനും അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പ്രഭാകരൻ രഹസ്യമായിട്ട് ഇവിടെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ട് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു അദ്ദേഹം ഇന്ന സ്ഥലത്ത് ഞാനുണ്ട്, പ്രഭാകരൻ ഇങ്ങോട്ട് വരൂ, വേറെ ആരോടും അറിയണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ലോഡ്ജായിരുന്നു, അത് പുള്ളി അവിടെ ഉണ്ട്. അപ്പോൾ ചെന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു എം വി രാഘവൻ്റെ ബദല ഇതാണ്, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെ സന്തോഷിക്കാൻ ഒരു വകയില്ല, കാരണം ആർക്കും കിട്ടിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ അന്ന് തന്നെ മാതൃഭൂമിയിൽ അവിടെ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കൊടുത്തു. അപ്പോൾ പാലക്കാട് ഡേറ്റ് ലൈൻ വെച്ചിട്ട് പിറ്റേന്നത്തെ മെയിൽ 8 കോള സ്റ്റോറിയിൽ ഇതാ ബദൽരേഖ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാക്കി 2-3 ദിവസമായി തുടർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പൊളിറ്റിക്സ് കൂടുതൽ വന്നത്. അതിന് അതിനെപ്പറ്റി എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നെ പിന്നെ മാതൃഭൂമി ലേഖനായിട്ട് തുടർച്ചയായിട്ട് രാഷ്ട്രീയം എഴുതുമായിരുന്നു, കണ്ടമാനം എഴുതുമായിരുന്നു. അപ്പോൾ പിന്നെ തിരുവനന്തപുരത്തിരുന്നു, തൃശ്ശൂരിരുന്നു, അവസാനം റിട്ടയർ ചെയ്ത് കോട്ടക്കലാണ്. കോട്ടക്കൽ എഡീഷൻ ഇപ്പോൾ തുടങ്ങിയത് ഞാൻ തന്നെ. അപ്പോൾ അതിൻ്റെ ചാർജായിട്ട് അങ്ങോട്ട് പോയി. അവിടെ നിന്നാണ് എനിക്ക് പിന്നെ 2002 റിട്ടയർ. അന്ന് എനിക്ക് 60 വയസ്സായി, മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴത്തെ ഊഹിക്കാമല്ലോ. അങ്ങനെ റിട്ടയർ ചെയ്തിട്ട് വന്നു. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് തിരുവനന്തപുരത്ത് വന്ന സമയത്ത് അപ്പോൾ ഞാനൊരു മാതൃഭൂമിയിൽ ഇരിക്കുമ്പോഴും ഒരു CPI ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പല വാർത്തകളും കുറച്ചൊരു ചുവപ്പ് കലർത്തിയൊക്കെ ഞാൻ കൊടുക്കാറ്. അപ്പോൾ ഒരു ദിവസം എന്നോട് വീരേന്ദ്രകുമാറാണെന്ന്, വീരേന്ദ്രകുമാർ വന്ന് ഇടതുപക്ഷമാണല്ലോ, പക്ഷേ പ്രഭാകര നമ്മളൊക്കെ ഇടതുപക്ഷം, ആ സംഭവം ശരി, പക്ഷേ മാതൃഭൂമി കോൺഗ്രസ് പത്രമാണ് കേട്ടോ, അത് ഓർമ്മ വേണം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഇതായിട്ട് ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായി കുറേ. അപ്പോൾ ആ രീതിയിൽ ഒരു 35 വർഷം മാതൃഭൂമിയിൽ വർക്ക് ചെയ്ത് ഡെപ്യൂട്ടി എഡിറ്ററായി. സാധാരണ രീതിയിൽ അങ്ങനെ അതുവരെ ടോപ്പിലെത്താറില്ല. ഡെപ്യൂട്ടി എഡിറ്റർ നെക്സ്റ്റ് എഡിറ്റർ അങ്ങനെ എത്താറില്ല. അപ്പോൾ എനിക്കത് കിട്ടിയ വേറെ 2-3 ആൾക്കാർക്ക് അതിലിടയ്ക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ KK വാര്യർ തൃശ്ശൂരുണ്ടായിരുന്നല്ലോ. അപ്പോൾ നീ നാളെ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവിടെ നമ്മുടെ എന്താണ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ശർമാജി, ഇസ്കേസിൻ്റെ ശർമാജിക്ക് അന്ന് നവയുഗത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എൻ്റെ മാതൃഭൂമിയിൽ പടവും വിവരമൊക്കെ വന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ ശർമാജി വിളിച്ച് പറഞ്ഞത് നീ എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞപ്പോൾ നാളെ നീ നവയുഗത്തിൻ്റെ എഡിറ്ററാണ്, മനസ്സിലായോ? അങ്ങനെ അന്ന് നവയുഗത്തിൻ്റെ എഡിറ്ററായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും ഒരു 30-40 വർഷമൊക്കെ ആയിരുന്നു അത് തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനിടയ്ക്ക് കേരള സമിതിയിൽ പോയി കുറച്ച് കാലം. തൃശ്ശൂർ എക്സ്പ്രസ്സിൽ 2 കൊല്ലം ഉണ്ടായി. എല്ലാം കൂടി മൊത്തം 60 വർഷം. അത് പിന്നെ 2002 ഞാൻ പരിപൂർണമായിട്ടും പത്രപ്രവർത്തനം അവസാനിപ്പിച്ചത്. അത്ര എനിക്ക് തോന്നുന്ന റെക്കോർഡായിരിക്കും തോന്നുന്നു, 60 വർഷമൊക്കെ തന്നെയില്ലേ. അതാണ് മൊത്തത്തിൽ അതിനെപ്പറ്റി പറയാനുള്ളത്. ആദ്യം നായനാരെയാണ് പറയാനുള്ളത്, രണ്ടാമത് കരുണാകരനെ. കരുണാകരൻ എന്ന് പറഞ്ഞാൽ എന്നെയും വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ. കാരണം വെച്ചാൽ കരുണാകരനെ ഇഷ്ടപ്പെടാൻ കാരണം പിന്നെ എൻ്റെ അച്ഛൻ ആദ്യം കോൺഗ്രസിലുള്ള സമയത്ത് KPCC സെക്രട്ടറി ആയിരുന്നു. അന്ന് പിന്നെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് മറ്റേ തൃശ്ശൂർ വന്നിട്ട് ഈ പെയിൻറ്റിങ് പഠിക്കാൻ വേണ്ടിയാണ് കരുണാകരൻ തൃശ്ശൂർ വന്നത്. അവിടെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പരിചയപ്പെട്ട് അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, INTUC-യുടെ, അപ്പോൾ അച്ഛനാണ് കോൺഗ്രസ് KPCC സെക്രട്ടറി. അത് 39 മുമ്പത്തെ കാര്യമാണ്, 34 കാര്യമാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, INTUC ഇവിടെ ഉണ്ടാക്കണം, അതിനൊന്ന് ഇതാക്കുക എന്ന് പറഞ്ഞിട്ട് കരുണാകരനെ ഏർപ്പെടുത്തി. കരുണാകരൻ പിന്നെ അവിടുത്തെ ഈ പെയിൻറ്റിങ് പഠിക്കാൻ വന്നാൽ അത് നിർത്തി രാഷ്ട്രീയത്തിൽ ഇറങ്ങി. അങ്ങനെ ഇതാക്കിയിട്ട് അപ്പോൾ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ കരുണാകരൻ്റെ ആത്മകഥ മാതൃഭൂമിയിൽ വന്നിരിക്കുന്നത് അത് എഴുതിയത് ഞാനാണ്. പകുതി ഞാനാണ് എഴുതിയത്, ആദ്യത്തെ പകുതി ഞാനാണ് എഴുതിയത്. അപ്പോൾ പിന്നെ ബാക്കി പകുതി MP സുരേന്ദ്രനും. അങ്ങനെ അത് മാതൃഭൂമിയിൽ വന്ന് ബുക്കാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ കാണാൻ പോകുമ്പോഴൊക്കെ ഈ പിന്നെ നന്തൻകൂട് തിരുവനന്തപുരത്ത് അവിടെ ഒരു വീട്ടിലാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് വരണം എന്ന് പറയും എന്നോട്. അപ്പോൾ ഞാൻ 8 മണിക്ക് ചെല്ലുമ്പോൾ മേശപ്പുറത്ത് ഇങ്ങനെ 4-5 ഉണ്ണിയപ്പം ഇരിപ്പുണ്ടാവും. അപ്പോൾ പറയും അത് അവിടെ നിന്ന് ഏതോ അമ്പലത്തിൽ നിന്ന് പുള്ളി അത് കഴിച്ച് രാവിലെ ആദ്യം അത് കഴിച്ചിട്ടേ ബാക്കി ഭക്ഷണം കഴിക്കുള്ളൂ, അതിന് 2 പേരെണ്ണം എടുക്കുന്നവരെ കഴിയും എന്ന് ചോദിച്ച് പുള്ളി വർത്തമാനങ്ങൾ മുഴുവൻ പറഞ്ഞ് അങ്ങനെയാണ് കരുണാകരൻ്റെ ആത്മകഥ മാതൃഭൂമിയിൽ വന്നിരുന്നത് പകുതി. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഇപ്പോഴും പറയാം നിൻ്റെ അച്ഛൻ എൻ്റെ ഗുരുവായിരുന്നടാ എന്ന് പറയും. അപ്പോൾ അച്ഛനന്ന് KPCC സെക്രട്ടറിയാണ്,
കരുണാകരൻ അന്ന് INTUC ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ടും പലപ്പോഴും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ നീ ഇന്ന് ഇവിടെ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ വളരെ പുള്ളിയുടെ ആത്മകഥ ഞാൻ പറഞ്ഞില്ല, ഡെയിലി നന്തൻകുണ്ടൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ കാലത്ത് അവിടെ പോയി ഒരു 1.5-2 മണിക്കൂർ, 10 മണി വരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പുള്ളി വേറെ പരിപാടിയാവും. അപ്പോൾ അങ്ങനെ ചോദിച്ച പുള്ളി പറഞ്ഞ് എഴുതി. ഞാനത് മാതൃഭൂമി പബ്ലിഷ് ചെയ്തിരുന്നു. പകുതി ഞാൻ എഴുതി. അപ്പോഴും അദ്ദേഹം പിന്നെ വേറെ എവിടേക്കോ പോയതുകൊണ്ട് പിന്നെ MP സുരേന്ദ്രനാണ് ബാക്കി എഴുതിയത്. അങ്ങനെയുള്ള അതിനായിട്ട് വളരെ രസകരമായ അനുഭവമാണ്. കാരണം വെച്ചാൽ ഇത് പുള്ളിയുടെ ഇതൊന്നും എഴുതിയിട്ടില്ല. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അപ്പോൾ ഞാനന്ന് നമ്മുടെ മാതൃഭൂമിയുടെ ചീഫുമാണ്. അപ്പോൾ പത്രസമ്മേളനം ഉണ്ടാവില്ല, ക്യാബിനറ്റ് ബ്രീഫിങ്ങിനും ഒക്കെ ഞാനാ പോവുക. അപ്പം അങ്ങനെ ഇരുന്ന് നിൽക്കുമ്പോൾ പിന്നെ വലിയ കാര്യം അച്ഛൻ ഗുരുവാണെന്ന് പറയാതെ. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഓരോ ഇതൊക്കെ അതാണ്. പിന്നെ എൻ്റെ മകളുടെ കല്യാണം നടക്കുക. അപ്പോൾ വിളിച്ചപ്പോൾ അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇത്രയും വലിയ മോളുണ്ടോ? അങ്ങനെ വെറും തമാശയൊക്കെ ഒരുപാട് പറയുന്നതാണ്. ഭയങ്കര അടുപ്പമായിരുന്നു പുള്ളിയായിട്ട് അവസാനം വരെ. EMSുമായിട്ടും ബന്ധം. EMS എന്നെ എടുത്ത് വളർത്തിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ EMS, P കൃഷ്ണപിള്ള, ഇവർ 3 പേരും മറ്റേ 40കളുടെ തുടക്കത്തിൽ 45-46 സമയത്തൊക്കെ കോഴിക്കോട് കൊക്കോഴിക്കോട് കുന്നുണ്ട് ചാലപ്പുറത്ത്. അവിടെ ഒരു പിന്നെ വീട്ടിൽ ഇവർ 3 ഫാമിലിയും, കൃഷ്ണപിള്ള, ഭാര്യ തങ്കമ്മ, EMS, ഭാര്യ ആര്യ, അച്ഛൻ, എൻ്റെ അമ്മ. അപ്പോൾ 3 മുറി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂൺ സിസ്റ്റമായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഒരു ദിവസം പിന്നെ EMSൻ്റെ അവിടെയാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അടുത്ത ദിവസം അമ്മ ഉണ്ടാക്കും. അതിനടുത്ത ദിവസം പിന്നെ കൃഷ്ണപിള്ളയുടെ തങ്കമ്മ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഒരു കുറേ കാലം അവിടെ അപ്പോൾ അവർ അന്ന് ചെറിയ കുട്ടി ഞാൻ എന്നൊക്കെ എടുത്ത് വാങ്ങിക്കില്ലേ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ ഈ കൃഷ്ണപിള്ള കണ്ടിട്ട് എനിക്ക് കപ്പലണ്ടി മിഠായി തന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ ഞങ്ങൾ ഈ കൊക്കോഴിക്കോട് കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ 3 മുറിയിൽ 3 ഫാമിലി കോമൺ, അടുക്കള കോമണാണ്. ഒരു ദിവസം ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തർ ആയിട്ട് ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ താഴെ ഇറങ്ങിയിട്ട് പോകുമ്പോൾ ചേട്ടൻ്റെ കൂടെ പോകുമ്പോൾ അപ്പോൾ കുറേ അപ്പുറത്തൊരു കടയിൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ വന്ന് അത് എന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇത് കപ്പലണ്ടി മിഠായി അവിടുന്ന് വാങ്ങിച്ചത്, അത് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു ഇതാക്കിയിട്ട്. പിന്നെയാണ് പറഞ്ഞത് എന്നോട് അച്ഛൻ അല്ല ചേട്ടൻ പറഞ്ഞു, ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കും. ചേട്ടൻ പറഞ്ഞ് എനിക്ക് ആളെ മനസ്സിലായില്ലേ, അതാണ് കൃഷ്ണപിള്ള. അപ്പോൾ അന്ന് കൃഷ്ണപിള്ളാരെ എനിക്കറിയില്ല. പിന്നെയാണ് ഞാൻ ആലോചിച്ച ഇദ്ദേഹമായിരുന്നു എന്നൊക്കെ. അങ്ങനെയൊരു ജീവിതം കോഴിക്കോട് കുറച്ച് കാലമുണ്ടായി. അപ്പോൾ അച്ഛനന്ന് ആദ്യം മാതൃഭൂമിയുടെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ പാർട്ടി വന്നിട്ട് ദേശാഭിമാനി എഡിറ്ററായിരുന്നു. പിന്നെ ആ സമയത്ത് 52-ൽ പിന്നെ പാർലമെൻറ്റ് മെമ്പറുമായി. അത് മലബാർ അന്ന് മദ്രാസിൻ്റെ ഒരു ജില്ലയാണ്. അപ്പോൾ മദ്രാശി രാജ്യസഭയിലേക്ക് മദ്രാശിയിൽ നിന്ന് ആണ് തിരഞ്ഞെടുക്കുക, അസംബ്ലിയിൽ നിന്ന്. അങ്ങനെ അച്ഛൻ ഇവിടുന്ന് നേടി. പിന്നെ വേറൊരാൾ അന്ന് 2 പേരെ ജയിച്ചു. ഒന്ന് അച്ഛനും ഒന്ന് കോൺഗ്രസിൻ്റെ കൃഷ്ണമേനനും VK കൃഷ്ണമേനനും, 2 പേരും മലബാറിലായിരുന്നില്ല. അപ്പോൾ അങ്ങനെ രാജ്യസഭയിൽ ഉണ്ടായി 52 മുതൽ 86 വരെ. അച്ഛന് ഏറ്റവും വലിയ അന്തസ്സായ പെരുമാറ്റം, എല്ലാവരോടും മാന്യമായി പെരുമാറണം. അത് ഞാനിപ്പോഴും പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും പറയും, ഒരാൾ നമുക്ക് പ്രത്യേകിച്ചും പറയും, ഇപ്പോൾ നമ്മളെയൊക്കെ ദാരിദ്ര്യമുള്ള ഒരു വീടായിരിക്കും, അവരോട് പുച്ഛമായിട്ട് പെരുമാറരുത്, മനസ്സിലായോ? അവരോട് അന്തസ്സായിട്ട് പെരുമാറണം, ആവശ്യമായ സഹായങ്ങൾ പോലും ചെയ്തു കൊടുക്കണം. ഈ രീതിയിലൊരു അപ്രോച്ചായിരുന്നു അച്ഛൻ എപ്പോഴും. പിന്നെ അവിടെ അത് ഒരുപാട് പേര് കാണാൻ വരുമായിരുന്നു. അപ്പോൾ അച്ഛന് വേറെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അത് പെൻഷനില്ലല്ലോ, പൈസയ്ക്ക് ഭയങ്കര പാടാണ്. കാരണം ഞങ്ങളന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ 3 രൂപ ഫീസുണ്ട്. ആ 3 രൂപ ഫീസ് കൊടുക്കാൻ ചിലപ്പോൾ 2 മാസം ഫൈൻ സഹിതം കൊടുക്കുക. അതിന് കാശില്ല. അങ്ങനെയാണ് അച്ഛൻ ഈ പിന്നെ IS നമ്പൂരി ഞാൻ പറഞ്ഞല്ലോ ഈ അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, കുറേ മാറ്റർ തളർത്തുമീത് തന്നാൽ കൊള്ളായിരുന്നു പറഞ്ഞു. അവനെ അയച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് വായിച്ച് ഞാൻ ഇംഗ്ലീഷ് വായിച്ചു, അച്ഛൻ മലയാളം പറയും, ഞാൻ അത് എഴുതും. അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയ പൈസ അതേ, അന്ന് വേറെ ഒന്നുമില്ല, അച്ഛന് പെൻഷനൊന്നുമില്ല, MP ആയിട്ടായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ ഒരു ജീവിതമായിരുന്നു. അത് കുറേ സ്റ്റോറീസ്, പക്ഷേ ഇത്രയും ഇമ്പോർട്ടൻസ് അതിന് പറയാൻ പറ്റില്ല കേട്ടോ. സ്റ്റോറീസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, പല തരത്തിലുള്ള ഇതും. പിന്നെ അതിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും വിഷം, കാരണം അത് അത്രയും രഹസ്യമായി സൂക്ഷിച്ചൊരു രേഖയായിരുന്നു ഈ ബദൽ രേഖ. MP രാഘവന് പാർട്ടി ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ. അന്ന് ഈ CPMലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ സംഗതിയാണ്. അപ്പോൾ അത് ഓരോരുത്തരും പറഞ്ഞ് എന്നോട് പിന്നെ AKG എടാ നീ പറ്റിച്ചുമില്ലേ എന്നൊക്കെ പറയും. AKGയൊക്കെ അറിയായിരുന്നു എൻ്റെ ഇതാക്കിയിട്ട്.
വെച്ചാൽ അവർ ഈ തൃശ്ശൂർ അച്ഛൻ താമസിക്കുമ്പോൾ ഇവരൊക്കെ തൃശ്ശൂർ വന്ന് ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുക. അവിടെ മച്ചിങ്ങൽ ലൈൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വീട്ടിൽ. അപ്പോൾ അച്ഛനന്ന് ഈ നവജീവൻ്റെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുക അവിടെ. അതിന് മുമ്പ് മുണ്ടശ്ശേരി മാഷായിരുന്നു. മുണ്ടശ്ശേരി മാഷ് മാറിയപ്പോൾ അച്ഛനായി. പിന്നെ അങ്ങനെ അവിടെ ഇവരൊക്കെ വന്നാൽ എല്ലാവരും വന്നാൽ അവിടെ വീട്ടിൽ താമസിക്കുക. അപ്പോൾ ഫ്രണ്ടിൽ മുറിയുണ്ട് സിറ്റപ്പിൻ്റെതായി, അത് ഇങ്ങനെ വരുന്നവർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ അവിടെ വന്നതിന് ഒരുപാട് ഇതായിട്ട് സംസാരിച്ചു. അതുപോലെ ആര്യയൊക്കെ ഭയങ്കരമായിട്ട്. പിന്നെ എന്തോ ഒരു അപ്പോൾ എനിക്ക് വേറൊരു തമാശ, ഒരു രസമാണ്. ഈ അത്യാവശ്യം പൈസ ഞാൻ മോട്ടിക്കുമായിരുന്നു കുട്ടിക്കാലത്ത് കേട്ടോ. പിന്നെ അന്ന് ഈ ഒരണ അരയണ, ഇപ്പോൾ ഒരണയുണ്ടായാൽ ഒരു ഹോട്ടലിൽ കയറിയാൽ ഒരു ചായയും കുടിക്കാം, പിന്നെ 2 ഇഡ്ഡലിയും കിട്ടും ഒരണയ്ക്ക് അന്ന്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഇടയ്ക്ക് അച്ഛൻ്റെ പോകരുതെന്നൊക്കെ അത്യാവശ്യം ഞാൻ എടുക്കും. അപ്പോൾ അച്ഛനെ എല്ലപ്പോഴും അറിയില്ല. പക്ഷെ ഒരു ദിവസം അച്ഛനത് മനസ്സിലാക്കി. എന്നിട്ട് പറഞ്ഞു, എന്നെ ഉപദേശിച്ച്, നീ അങ്ങനെ ചെയ്യരുത്, പൈസ ആവശ്യമുണ്ടെങ്കിൽ നീ എനിക്ക് എന്നോട് ചോദിക്കാം, ഞാൻ തരാം. മനസ്സിലായോ? ശരി അച്ഛൻ പറഞ്ഞു. ഞാൻ മറ്റെന്ന് വെച്ചാൽ അപ്പോൾ അത് അച്ഛനറിയില്ല എന്നാണ് ഞാൻ, അച്ഛനറിയില്ല, അങ്ങനെ അറിയാറില്ല അച്ഛൻ ഇതാകട്ടെ. അപ്പോൾ ഒരെണ്ണയൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കി കുട്ടിക്കാലത്ത് വിട്ടു. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഈ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിൽ ഭയങ്കര ശീലമുണ്ടായിരുന്നു അന്ന്, സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ. അപ്പോൾ ഒരണയുണ്ടെങ്കിൽ ഒരു ചായയും കിട്ടും, 2 ഇഡ്ഡലിയും കിട്ടും. അന്ന് അത്ര വിലയാണ് പൈസയ്ക്ക്. 1 രൂപയൊക്കെ കിട്ടിയവനൊന്നും പറയണ്ട. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ 65 തന്നെ തിരുവനന്തപുരത്ത് ആദ്യം വന്നത്. അന്ന് 1 രൂപ ഉണ്ടായി, ഒരു ദിവസത്തെ ചിലവിന് മതി. 4 അണേ ഊണിന്, ട്രിവാൻഡ്രം ഹോട്ടലിലെ ഊണിന് 4 അണേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ. അല്ല, അതിൽ ഞാൻ പറഞ്ഞാൽ ഈ പിന്നെ വി.പി. രാമേന്ദ്രൻ, ഞാൻ ഏറ്റവും അധികം ബന്ധപ്പെട്ട പത്രാധിപർ വി.പി. രാമേന്ദ്രനാണ്. അതിനു മുമ്പ് ദാമോദരമേനുള്ളപ്പോഴും ഉണ്ടായിരുന്നു. കേശവമേനുള്ളപ്പോൾ ഞാനില്ല, അച്ഛനാണ് പറഞ്ഞത്, അത് വളരെ മുമ്പാണല്ലോ. അപ്പോൾ എന്നോട് വി.പി. രാമേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, CPIയുടെ ഒരു ഇതുള്ളതുകൊണ്ട് ചില വാർത്തകളൊക്കെ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പബ്ലിഷ് ചെയ്ത് വന്നപ്പോഴാണ് പറഞ്ഞത്. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ, വി.പി.ആർ എന്നെ വിളിച്ച്, പ്രഭാര, ഞാനും നീയൊക്കെ കമ്മ്യൂണിസ്റ്റാണ്, പക്ഷേ മാതൃഭൂമി കോൺഗ്രസ് പത്രമാണെന്ന് ഓർമ്മ വേണം കേട്ടോ. ചേട്ടൻ അങ്ങനെ ആയിട്ട് ഇതായി. പ്രധാനമായിട്ടുള്ള അനുഭവം ഇതാണ്. പുള്ളി ഞാനന്ന് ചീഫാക്കിയത് പുള്ളിയാണ് എന്നെ. വന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞാനന്ന് ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ബ്യൂറോ ചീഫ് എന്നുള്ള തസ്തിക ഉണ്ടായിരുന്നില്ല, അതുണ്ടാക്കി എന്നെ ഇവിടെ ആക്കി തിരുവനന്തപുരത്താക്കി. അന്ന് നമ്മുടെ എന്താ NVS വാര്യർ, പിന്നെ വേറെ PR വാര്യർ, ഇവരൊക്കെയാണ് അന്നുള്ളത്. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ സീനിയർ. റിട്ടയർ ചെയ്തപ്പോൾ പിന്നെ എന്നെ ഇതാക്കി ചീഫ് റിപ്പോർട്ടറാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടക്കൽ എഡീഷൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ എൻ്റെ ഒരു ഇത് പറയാൻ പറ്റില്ല കേട്ടോ. അതിന് ഉത്തരവാദപ്പെട്ട ഒരുപാട് വേറെ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നോക്കിയാൽ PR വാര്യർ, PC സുകുമാരൻ നായർ, മനസ്സിലായോ? പിന്നെ എറണാകുളത്ത് P രാജൻ, തൃശ്ശൂർ R കൃഷ്ണൻകുട്ടി നായർ, പിന്നെ ചൊവ്വര പരമേശ്വരൻ, പിന്നെ എറണാകുളം ചൊവ്വര പരമേശ്വരൻ ഉണ്ടായിരുന്നു. അങ്ങനത്തെ പ്രഗത്ഭവാദികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെറും ഇതല്ലേ, അശുവല്ലേ. അപ്പോൾ അവരൊക്കെ ചെയ്ത് വളരെ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പങ്ക് ഞാനും വഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ ജൂനിയർ മോസ്റ്റ് ആയിരുന്നു. പിന്നെ PR വാര്യർ, ചൊവ്വര പരമേശ്വരനാണ് ചീഫ്, അതിൻ്റെ തൊട്ട് താഴെ PR വാര്യർ, പിന്നെ PC സുകുമാരൻ നായർ, NVS വാര്യരും കഴിഞ്ഞ് 5-ാമത്തെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു സൗകര്യം ചെയ്തു തന്നാണ്. ഞാനൊന്ന് പറഞ്ഞില്ലേ, തൃശ്ശൂരിൽ നിന്ന് പിന്നെ കൃഷ്ണൻകുട്ടി നായർ പറഞ്ഞിട്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജ്, ഈവനിങ് കോളേജ് തുടങ്ങിയപ്പോൾ അവിടെ ഒന്ന് അപ്പം PC ചേട്ട അത് ഒരെണ്ണം ഞാൻ പറയുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, ഈ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു അദ്ദേഹം. ഞാനത് തൊട്ടില്ല അന്ന്, അതിന് ശേഷം തൊട്ടിട്ടില്ല. ഈ പത്രക്കാർ കള്ള് കുടിക്കാത്ത ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആർക്കും എന്നെ കണ്ടുകൂടായിരുന്നു. അങ്ങനൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ PC, അദ്ദേഹം മരിച്ചു പോയി, ഇനി പറയണത് ശരിയാണെന്ന് അറിയില്ല. പിന്നെ രാവിലെ അപ്പോൾ നാഗർകോവിൽ, ഞാൻ അവിടെ വന്ന നാഗർകോവിലേക്ക് PC പോകുന്നുണ്ട്. അപ്പോൾ നീ പ്രഭാരം വരുന്നോ, അവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഭയങ്കര സന്തോഷമായി, എവിടെ പോകാലോ. അങ്ങനെ പോയ സമയത്ത് നേമത്ത് ഒരു ടൈലറിങ് കടയിൽ, അവൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുന്നില്ല, അയാൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയിട്ട്, അപ്പോൾ പുള്ളി അവിടെ പോകുമ്പോൾ സ്ഥിരം പരിപാടിയാണ്. തലേ ദിവസം പിന്നെ അവിടെ അയാൾ വിളിച്ച് പറയും, അപ്പോൾ ഈ കുപ്പി കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവിടെ പോയി കുറച്ച് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയി അവർ കയറി ഇരുന്നപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ, വേണ്ട നീ ഒന്നും കഴിക്കണ്ട പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എടാ ബിയറാണ്, ഒരു ലഹരിയിലുള്ള മദ്യമല്ല, അത് നീ കുറച്ച് കുടിക്കും. ഞാൻ പറഞ്ഞു ഞാൻ കുടിക്കില്ല പറഞ്ഞു.
നിന്നെ ഞാൻ കുടിപ്പിച്ചിട്ട് അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡെസ്കിൽ പിടിച്ച് കിടത്തി. ഇയാളും ഒരു മാസം എന്ന് പറഞ്ഞൊരു സഹായിന് ഒരാളോട് വായിൽ കുറച്ച് ഒഴിച്ചു. ഞാൻ തുപ്പിയത് കിട്ടും. പിന്നെ എനിക്കിഷ്ടമല്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കാരണം പലയിടത്തും ഒറ്റപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ തമാശ ഇതല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കുറേ കഴിയുമ്പോൾ പിന്നെ പി സി എടുത്തിട്ട് എന്തെങ്കിലും പി സി ഉണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല ഞാൻ കുടിക്കില്ല എന്ന് പറയാം. ഉടനെ പി സി കള്ളം പറയില്ല, ഞാനല്ല എനിക്ക് ഒഴിച്ചു തരുന്നത്. പഴയ കാലം അങ്ങനെയൊക്കെയുള്ളൊരു തമാശകളുണ്ട്. അതിന്ന് വരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് എൻ്റെ അച്ഛനാണ് അതിൻ്റെ കാരണം. അച്ഛൻ വേറൊന്നുമല്ല, അച്ഛൻ്റെ പിന്നെ എനിക്കുള്ള ബഹുമതി, റെസ്പെക്റ്റ്, അത് കാരണം എനിക്ക് തോന്നിയിട്ടില്ല കുടിക്കാൻ. അച്ഛനൊന്നും അപ്പം ഞാൻ കുടിച്ചാലും അച്ഛൻ അറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ജീവിതത്തിൽ ഈ കണ്ടുപിടിക്കാത്ത ചുരുക്കം പത്രക്കാരിൽ ഒരാളെ ആയി ഞാനിപ്പോഴും തുടരുന്നു. അതാണ് എനിക്ക് പറ്റിയിട്ടില്ല. സാധനം ഞാൻ ആദ്യം എഴുതിയ 50 വർഷം എന്ന് പറയുന്ന പുസ്തകമാണ് പ്രഭാതുക്കോസ പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് ഞാൻ 50 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ 70 വർഷം മുമ്പെന്ന് പറയണം. ഈ കുട്ടിക്കാലത്തെ പിന്നെ നാട്ടിൻപുറങ്ങളിലെ ജീവിതം മനസ്സിലായോ? അപ്പോൾ അന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈമറി സ്കൂളുണ്ടാവും, നടന്നു പോകണം. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അവിടെ പറഞ്ഞാൽ എൻ്റെ കിളിമുങ്ങൽ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് പ്രൈമറി സ്കൂളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചേലക്കര പോകണം. ചേലക്കരയിൽ പോകണമെന്ന് പറഞ്ഞാൽ 4 കിലോമീറ്റർ പോകണം. 4 മൈല്, കിലോമീറ്റർ അല്ല. അത് പോകാമെന്ന് പറഞ്ഞാൽ ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2 മൈൽ കഴിഞ്ഞാലേ മെയിൻ റോഡുള്ളൂ. തൃശ്ശൂരിൽ നിന്ന് ചേലക്കര പോകണം, അവിടുന്ന് ബസ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് മെനക്കണ്ടാച്ചിട്ട് കുറച്ചും കൂടി അന്ന് കുന്നും മലയൊക്കെ കയറി അങ്ങോട്ടൊരു കുന്നിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ കയറി. അപ്പോൾ കുട്ടികൾ ഒരുപാട് പേരുണ്ട്, 8-10 പേര് കൂടി നമ്മൾ ആ കുന്ന് കയറി അവിടെ എത്തണമെന്ന് അറിയില്ല. ഈ 9:15 ഇവിടുന്ന് ഇറങ്ങി 9:45 അരമണിക്കൂറിന് അവിടെ എത്തും ആയിട്ട്. അപ്പോൾ അവിടെ പോകാൻ വെച്ചാൽ ഈ മുള്ളൻപഴമെന്ന് കേട്ടിട്ടില്ലേ? ആ പോണ വഴിയിൽ മുഴുവൻ ഈ മുള്ളൻ ഇത് നിൽക്കണത്. അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിച്ച് കുറേ പോക്കറ്റിലിട്ട് തിന്നിട്ടാണ് പോണത് അല്ലേ? അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ അന്നത് അറിയില്ലായിരുന്നു. 9:15 ഇറങ്ങിയാൽ ഫെസ്റ്റിവൽ അടിക്കുമ്പോഴേക്കും ചേലക്കര എത്തും, സ്കൂളിലെത്തും. അത് പ്രൈമറി കഴിഞ്ഞിട്ട് UP ഹൈസ്കൂളും അവിടെ ഉള്ളൂ. അങ്ങനെ അത് ഒരു കാലം. അത് ഉൾപ്പെടെയുള്ള കുട്ടിക്കാലത്തെ. പിന്നെ ഞാൻ പറയാം, പിന്നെ ഈ എന്താ പറയുക, ചില പേരുകളൊക്കെ മറന്നുപോയി. ഇപ്പോൾ വലിയൊരു പ്രശ്നം ഓർമ്മ ചിലക്ക് ഇതായിട്ട്. ഇത് കല്യാണം രാത്രിയിൽ ഒരു ഉദാഹരണം. അന്ന് കല്യാണങ്ങൾ മുഴുവൻ രാത്രിയേ ഉള്ളൂ, മനസ്സിലായോ? അത് അങ്ങനത്തെ ഈ നാട്ടിൻപുറത്തെ ആചാരങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഇത് അതുപോലത്തെ കാര്യങ്ങളാണ് മുഴുവൻ. 50 വർഷം എന്നാണ് പ്രഭാതുക്കോസ്. രണ്ടാമത്തെ പുസ്തകം അമേരിക്കൻ വിശേഷങ്ങൾ. ഞാൻ അമേരിക്ക പോയി, അമേരിക്കൻ്റെ മോനുണ്ട്. അപ്പോൾ അവൻ തിരിച്ചു വന്നിട്ട് യാത്രാവിവരണം എഴുതി. അത് കഴിഞ്ഞ് പിന്നെ അങ്കക്കടലിലെ അധികായന്മാർ എന്ന് പറഞ്ഞിട്ട് 3ാമത്തെ പുസ്തകം. അത് ഈ സമരമുഖത്തുനിന്നായിരുന്ന പ്രത്യേകിച്ചും പാർട്ടി നേതാക്കന്മാർ, EMS മുതൽ കൃഷ്ണപിള്ള മുതൽ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഇത് വെച്ചിട്ട് ഒരു 20-21 പേരുടെ പിന്നെ അനുസ്മരണങ്ങൾ, അത് 2. പിന്നെ 50 വർഷം പറഞ്ഞു. പിന്നെ അമേരിക്കൻ വിശേഷങ്ങൾ പറഞ്ഞു. 4ാമത്തെ അവിയൽ എന്ന് പറയുന്നത് ഞാൻ എഴുതി വെച്ചാൽ കുട്ടിക്കാലം മുതലേ ഈ പല പത്രങ്ങളിലും ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു വലിയ പുസ്തകമാണ്. അപ്പോൾ കേട്ടോ, ഒരുപാട് ഈ ലേഖനം ഒരു 10-300 ഉണ്ടായിരുന്നു. അത് ഞാൻ സെലക്ട് ചെയ്തിട്ടൊരു 60-70 ചുരുക്കി അത് പ്രഭാതുക്കോസ പ്രസിദ്ധീകരിച്ചു. അവിയൽ എന്നാണ് പേര്. കാരണം അതിൻ്റെ പേര് അറിയുമ്പോൾ അറിയാമല്ലോ, എല്ലാ വിഷയങ്ങളും ഉണ്ട്. അവാർഡ് എനിക്ക് കിട്ടിയിരിക്കുന്നത് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് പിന്നെ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 25ാം വർഷം എന്തോ സമയത്തൊരു ഈ ഗവൺമെൻറ് ഒരു മത്സരം നടത്തിയിരുന്നു. ഈ പിന്നെ ഇന്ത്യ പിന്നെ ആഗസ്റ്റ് 15 ശേഷം അത് ലേഖനം എഴുതിയിട്ട് അതിൽ ഫസ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പോൾ അന്ന് തൃശ്ശൂർ, അന്ന് ഗവർണർ ഗിരിയാണ് തൃശ്ശൂർ. അതിന് ഫസ്റ്റ് സമ്മാനം തരാൻ വേണ്ടി ഗിരി തൃശ്ശൂർ വന്നു. തേക്കിൻകാട്ടിലെ വിദ്യാർത്ഥി കോർണറുണ്ടല്ലോ, അവിടെ വെച്ച് പരിപാടി. അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയില്ല. അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഉണ്ട് അവിടെ. അങ്ങനെ കിട്ടി. പിന്നെ ഈ അങ്ങനെ പലതും കിട്ടിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ശർമാജി, ഇവിടെ ഇസ്കസിൻ്റെ ശർമാജി 2 അവാർഡ് തന്നിട്ടുണ്ട്. മൊത്തം ഒരു 8-10 അവാർഡ് കിട്ടി. മുഴുവൻ പ്രധാനപ്പെട്ടതല്ല. അങ്ങനെയുള്ള ഇതൊക്കെ ഈ ഒറ്റ വാക്ക് പറഞ്ഞാൽ യാന്ത്രികം എന്നേ പറയാനുള്ളൂ.
മെക്കാനിക്കലായിട്ട് കാര്യങ്ങൾ പോകുന്നു. പണ്ട് അങ്ങനെയല്ല. പണ്ട് നമ്മൾ പിന്നെ അതിനങ്ങ് മുഴുകുകയാണ്. ഇഴുകി ചേരുക എന്ന് പറഞ്ഞില്ലേ, ഒരു പത്രത്തിൻ്റെ ലേഖനമാണെന്നുണ്ടെങ്കിൽ ആ പത്രത്തിലെ ഏറ്റവും നല്ല വാർത്തകൾ കൊടുക്കാനുള്ള താല്പര്യം, സത്യസന്ധമായി കൊടുക്കാനുള്ള, ഇങ്ങനെയൊക്കെ വെച്ച് 24 മണിക്കൂർ അവന് അത് മാത്രമേ ചിന്തയുണ്ടാവുള്ളൂ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എന്തെങ്കിലും ചുളുവിൽ എന്തെങ്കിലും കിട്ടി അത് അടിച്ചു വിടുക എന്നല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പോൾ ഇത് ഒരു യാന്ത്രികമായിട്ട് മാറിയിരിക്കുന്നു പത്രപ്രവർത്തനം. മറ്റത് അങ്ങനെയല്ല. മറ്റത് ഈ പിന്നെ എന്താ പറയുന്നത്, സ്വേച്ഛയാ ഉള്ള ഒരു വർക്കായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാത്തേ ഉള്ളൂ. നമുക്കൊന്നും പ്രത്യേകിച്ച് തെറ്റായിട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചിലർ രാഷ്ട്രീയമായിട്ടുള്ള ദുരുദ്ദേശം വെച്ചിട്ട് അതിപ്പോൾ നമ്മൾ കുറ്റം പറയാൻ നോക്കില്ല. അതിനുവേണ്ടി അവർ തുടങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള. അല്ല, ബാക്കി മൊത്തത്തിൽ ദോഷമൊന്നും പറയാനില്ല കേട്ടോ. മാധ്യമങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക്. പണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലും കൊടുത്താൽ ഉടനെ അറസ്റ്റ് വാറണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ വരില്ലേ. ഇതിനെ മാതൃഭൂമിയിൽ അച്ഛൻ എത്ര അറസ്റ്റ് കിട്ടിയെന്ന് അറിയുമോ? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിട്ട് എഴുതിയേനെ മൊത്തം 9 വർഷം അച്ഛൻ ജയിലിലായിരുന്നു. അത് പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 3.5 കൊല്ലവും കോൺഗ്രസിൻ്റെ കാലത്ത് 4.5 കൊല്ലവും. അപ്പോഴേക്കും അച്ഛൻ കമ്മ്യൂണിസ്റ്റായി. അങ്ങനെ മൊത്തം 9 വർഷം. അത് അരനൂറ്റാണ്ടിലെന്ന് പറഞ്ഞ അച്ഛൻ്റെ ആത്മകഥയുണ്ട്. അതിനെ വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ? ഉണ്ടോ? പ്രഭാത് ഘോഷായി അറിഞ്ഞിരിക്കുന്നത്. അല്ല, മറ്റേ SPCS NBS. പക്ഷേ അച്ഛൻ്റെ അരനൂറ്റാണ്ടിലുള്ള പുസ്തകത്തിനകത്ത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാതൃഭൂമിയിൽ ചെയ്ത മാതൃഭൂമി അക്കാലത്ത് എന്ന് പറഞ്ഞൊരു ലേഖനം തന്നെ ഉണ്ട് അതിനകത്ത്. ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഒരു 5 പുസ്തകം ഇറങ്ങി. ഇനിയിപ്പോൾ 6ാമത്തെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അക്ഷരങ്ങളോടൊപ്പം 60 വർഷം. 60 വർഷം ഇപ്പം ഈ പത്രപ്രവർത്തനത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തൃശ്ശൂർ നവജീവൻ തൊട്ട് അവസാനം പിന്നെ ജനയുഗം വരെ. അവസാനം ഞാൻ മാതൃഭൂമിയുടെ ജനയുഗത്തിൻ്റെ എഡിറ്ററായിരുന്നല്ലോ. അതുവരെയുള്ളത് വെച്ചിട്ട് സാധനം അത് ഏതാണ്ട് പകുതിയായി. ആ ഒരു ബുക്കും കൂടി, അത് 6ാമത്തെ പുസ്തകമാണ്. അക്ഷരങ്ങളോടൊപ്പം 60 വർഷം. പ്രധാനമായിട്ടും അന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഈ റെന്യൂമറേഷൻ്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു. മനസ്സിലായോ? അല്ല, അന്ന് പത്രങ്ങൾക്ക് തന്നെ ഇത്രയും ഈ പരസ്യങ്ങളൊന്നും കിട്ടാറില്ല. അവരുടെ വരുമാനവും കുറവാണ്. അപ്പോൾ പലപ്പോഴും അതുപോലെ ഈ ന്യൂസ് പ്രിൻ്ററിൻ്റെ വില അന്ന് ഇപ്പം ഈ പാർട്ടി പത്രങ്ങളാണ് മിക്കവാറും ഉണ്ടായിരുന്നത്. ഇപ്പോൾ മാതൃഭൂമി, മനോരമ ഇതൊക്കെ അന്ന് കോൺഗ്രസിൻ്റെ പത്രങ്ങൾ തന്നെയാണ്. മാതൃഭൂമി മുഖപത്രം തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് ദേശാഭിമാനിയും നവജീവൻ, ജനയുഗം, അത് പാർട്ടി പത്രങ്ങളാണ്. അപ്പം നിഷ്പക്ഷമായിട്ട് പറയാനുള്ളത് ചന്ദ്രികയോ അങ്ങനെയൊക്കെ മുസ്ലിം ലീഗിൻ്റെ ആണെങ്കിൽ അവർ ഇതില്ല അങ്ങനെ. പിന്നെ തൃശ്ശൂർ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കേരള കൗമുദി, ഇവരൊക്കെ മറ്റേ അങ്ങനെ ആക്റ്റീവ് പൊളിറ്റിക്സ് ആയിരുന്നില്ല. പക്ഷേ മറ്റത് ഇപ്പോൾ ഇത് മാതൃഭൂമി കോൺഗ്രസിൻ്റെ തന്നെയായിരുന്നു പത്രം. സംശയം മനോരമയത് പരമാവധി കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അവർ അന്നത്തൊക്കെ പോളിസി. പിന്നെ ജനയുഗവും ദേശാഭിമാനി, നവജീവനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. അത് തൃശ്ശൂർ ആദ്യം അതിൻ്റെ മുണ്ടശ്ശേരി മാഷായിരുന്നു. പിന്നെ പത്രാധിപർ. പിന്നെ ഒരു അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞിട്ട് അറിയ സാഹിത്യകാരനുണ്ടായിരുന്നു. ഓമനക്കൂട്ടം എന്നുള്ള പേര് തൂലികാമത്തിലൊക്കെ എഴുതിയിരുന്നത്. TKG നായർ, അങ്ങനെയൊക്കെ പത്രാധിപരായി. അപ്പോൾ അത് ഞാനെന്നു വെച്ചാൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പിന്നെ KK വാര്യർ അന്ന് ഇതിൻ്റെ ഇതായിരുന്നു, നവജീവൻ്റെ ആളിൻ്റെ ആളായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് നല്ല ഇതുണ്ടായിരുന്നുകൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അച്ഛന് ഈ കാഴ്ചക്കുള്ള അച്ഛൻ ട്രാൻസ്ലേഷൻ ആകുമ്പോൾ ഇംഗ്ലീഷ് ഞാൻ വായിക്കും, അച്ഛൻ മലയാളം പറഞ്ഞ് ഞാൻ എഴുതും. അങ്ങനെ ഒരു 3 ടയർ ആയതുകൊണ്ട് എനിക്ക് നല്ലത്. അപ്പോൾ ഞാൻ എന്നിട്ട് സ്വയം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതറിയാവുന്ന KK വാര്യരാണ് നവജീവൻ്റെ പത്രാധിപർ. അദ്ദേഹം പറഞ്ഞ ഒരു ദിവസം, നീ സ്കൂൾ വിട്ടിട്ട് പിന്നെ നവജീവനിൽ വരണം എന്ന് പറഞ്ഞ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ പോയി. ഇപ്പോൾ നവജീവനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു PTI ആണ് അന്നത്തെ മെയിൻ. അന്ന് പത്രത്തിൽ കൊടുക്കേണ്ടത് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് എൻ്റെ കയ്യിൽ തരും. അപ്പോൾ എനിക്കത് വളരെ ഈസി ആയിരുന്നു. ഞാൻ കാരണം മറ്റേ പരിചയമുള്ളതുകൊണ്ടേ. അപ്പോൾ ഞാൻ എന്നിട്ട് ആദ്യം കൊടുത്ത സമയത്ത് KK വാര്യരൊക്കെ ടിക്ക് ചെയ്യുന്നവരൊക്കെ അത്ഭുതമായി, നീ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തർജ്ജമ ചെയ്യണത്? ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് സംഗതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഒരു 2 കൊല്ലത്തോളം ഈ SLC കഴിഞ്ഞ് പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ അത് കഴിഞ്ഞിരുന്നു വരെ. പിന്നെ ഞാൻ 65ലാണ് ഇങ്ങോട്ട് വന്നത്. അതുവരെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ
പത്രപ്രവർത്തനത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില ഇതും എഴുതും. ഞാൻ എൻ്റേതായിട്ടുള്ള സ്വന്തം ചില കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ നാടകത്തിൻ്റെ പോയി കാണാൻ പോയപ്പോൾ അതിൻ്റെ റിവ്യൂ എഴുതി കൊടുത്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലത് എൻ്റെ കോപ്പി കൈവശപ്പോഴും ഉണ്ട്. മനസ്സിലായി. ഞാൻ ഈ അക്ഷരങ്ങളുള്ള ഇപ്പോൾ 60 വർഷങ്ങളിലേ ആ ബുക്ക് ഇറങ്ങുമ്പോൾ അതും അതിൽ ചേർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനിടയ്ക്ക് മാതൃഭൂമിയിൽ ചേർന്നു. കമ്പനി എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാം ഒരു ഇൻഡെപ്ത് അനാലിസിസിന് കഴിവുള്ള ആൾക്കാരായിരുന്നു പത്രക്കാർ മുഴുവൻ. ഇപ്പോൾ നാട്ടിൻപുറത്തിന് നോക്കിയാൽ ചൊവ്വര പരമേശ്വരൻ ഉദാഹരണം, ആർ കൃഷ്ണൻകുട്ടി നായർ, പിന്നെ തൃശ്ശൂർ എക്സ്പ്രസ്സിലൊരു കൃഷ്ണനുണ്ടായിരുന്നു എഡിറ്റർ, പിന്നെ അവിടുത്തെ 2-3 ആൾക്കാരെ പേര് ഞാൻ പറഞ്ഞു, ശ്രീധരനല്ല, അതുപോലെ വേറെ 2-3 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ഇവർക്കൊക്കെ എനിക്ക് പരിചയം ഉണ്ടായിരുന്നതാണ്. അന്ന് കരുനാട് നമ്പ്യാർ, അതിൻ്റെ ഞാൻ ഈ മറവി ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായിരിക്കും. പിന്നെ ഇയാൾ ടി.കെ.ജി. നായരും വി അരവിന്ദാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നവജീവനിൽ, മറ്റതിൽ കൃഷ്ണനും നല്ലോണം എഴുതുന്ന ഒരാളുണ്ടായിരുന്നു തൃശ്ശൂർ എക്സ്പ്രസ്സിലേ, പേര് ഞാൻ മറന്നുപോയല്ലോ. ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു. പേര് മറന്നുപോയി. കൃഷ്ണൻകുട്ടി നായർ മാതൃഭൂമിയിലാണ്. തീർച്ചയായിട്ടും തികഞ്ഞ സംതൃപ്തിയിലായിരുന്നു. കാരണം ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യം, എനിക്ക് വേറെ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് ഞാനും ഈ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പിന്നെ നേതാവായി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ആ സമയത്ത് ഈ മാതൃഭൂമിയിൽ പോയി വർക്ക് ചെയ്യാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു. പക്ഷേ പത്രപ്രവർത്തനം വേണം എന്നുള്ളതുകൊണ്ട് ഞാനത് വിട്ടുപോയി. പിന്നെ ഈ പാർട്ടി വാർത്തകൾ കൊടുക്കുമ്പോൾ മാത്രം, ഞാൻ പറഞ്ഞില്ലേ കൃഷ്ണൻകുട്ടി നായർ വി.പി. രാമചന്ദ്രൻ വിളിച്ച് പറഞ്ഞു എന്നോട്, ഇത് നീ കമ്മ്യൂണിസ്റ്റ് ആകും, പക്ഷേ മാതൃഭൂമി കോൺഗ്രസ് പത്രമാണ് കേട്ടോ, ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഇത് അത് ചെയ്യും. പിന്നെ അത് ഞാൻ മേക്കപ്പ് ചെയ്തു, കുഴപ്പമില്ലാതെ തന്നെ. ഒരു കംപ്ലൈൻറ്റ് ആരുടെ ഭാഗത്തും ഇല്ലാത്ത രീതിയിൽ ഒരുപാട്. പിന്നെ ഈ സ്ഥിരം പങ്ക്തികൾ ഞാൻ പറഞ്ഞില്ലേ, ചിലമ്പൊലി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ചിലതൊക്കെ എഴുതിയിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ടും ആ പങ്ക്തിയുടെ പേര് ഞാൻ ഓർമ്മയില്ല. അപ്പോൾ ഒരെണ്ണം എഴുതിയിരുന്നു, ഈ പങ്ക്തി എല്ലാ ആഴ്ചയിലൊരിക്കലും വീതം അങ്ങനെ. സൂര്യൻ എന്നുള്ള പേര് ഞാൻ പറഞ്ഞില്ലേ, പ്രഭാകരൻ്റെ പര്യായമാണല്ലോ സൂര്യൻ. അങ്ങനെ എഴുതിയിരുന്നു കുറേതായിട്ട്. അതൊക്കെയാണ് സംതൃപ്തമായിട്ടൊരു പത്രപ്രവർത്തന കാലഘട്ടമായിരുന്നു. പിന്നെ അന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ജനയുഗത്തിൽ നിന്ന് വിളിച്ചത്. ജനയുഗത്തിൽ എനിക്ക് എൻ്റെ പാർട്ടിയുടെ പത്രമായതുകൊണ്ട് അതിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ സ്ഥിരം ചില കോളങ്ങളൊക്കെ ചെയ്തിരുന്നു ഞാൻ എക്സ്പ്രസ്സിൽ, അല്ല പിന്നെ ജനയുഗത്തിലേ. പിന്നെ 2-3 കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തു ജനയുഗത്തിൽ. അതിനിടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ വഴുതക്കാടേൻ്റെ ആഫീസിലിരിക്കുമ്പോൾ തലകറങ്ങി വീണു. അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ PRS കൊണ്ടുപോയി. അവിടെ പോയപ്പോൾ ബോധമില്ലായിരുന്നു. പിന്നെ പന്നിൻ്റെ പിന്നിൽ അന്വേഷിച്ച് വന്നപ്പോൾ നോക്കിയപ്പോൾ ബോധമില്ല. എന്നിട്ട് വേഗം പുള്ളീനെ അവിടുന്ന് പെട്ടെന്ന് കിംസിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് അവിടെ കൂടി ഡോക്ടർ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പ്രഭാകരനെ നിന്നെ അന്ന് പന്നീനെ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ അവിടെ നിന്ന് തീരുമായിരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും പന്നിനോട് പറയുന്നത്, പന്നിനാണ് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് പറ്റില്ല. അപ്പോൾ കാരണം ജനയുഗം ഡെയിലി വേണമല്ലോ. അപ്പോൾ ഇവിടുത്തെ അസുഖമൊക്കെ മാറി ഇതായപ്പോൾ അപ്പോൾ പിന്നെ എന്നൊരു കാര്യം ജനയുഗം ഡെയിലി ആകുമ്പോൾ അറിയാമല്ലോ, കാലത്ത് പോയ രാത്രി ലീഡറും കൂടി എഴുതിയിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുന്നത് നവയുഗത്തിൻ്റെ എഡിറ്ററായിരുന്നു കുറേ കാലം. അത് ഞാനിതിപ്പോൾ കഴിഞ്ഞ 80-ലാണ് മാറ്റിയത്. എൻ്റെ 80-ാമത്തെ വയസ്സിൽ അച്യുതനെ വിളിച്ചാൽ ഞങ്ങൾ പിന്നെ തൃശ്ശൂരെ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താമസിച്ചതിൻ്റെ വലിയ മറ്റേ ചേലാട്ട് ഇടവഴി എന്ന് പറഞ്ഞാൽ അച്യുതനോട് വീടിൻ്റെ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന മച്ചിങ്ങൽ ലൈൻ. അച്ഛനെന്നോ നവജീവൻ്റെ പത്രാധിപരാണ്, പിന്നെ പാർട്ടി പത്രത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ രാവിലെ വൈകുന്നേരം ദിവസവും അച്യുതനും നടക്കാൻ പോകും. അത് ഈ ചേലാട് വഴി എന്ന് പറഞ്ഞാൽ കോട്ടപ്പുറത്തിൻ്റെ അപ്പുറമാണ്. കോട്ടപ്പുറം കഴിഞ്ഞ് പോകണം ചേലാട്ടയുടെ വഴി. അവിടുന്ന് കോട്ടപ്പുറത്ത് വന്ന് റെയിൽവേ വെച്ച് പിന്നെ പാട്ടുരാക്കൽ വഴി അല്ലെങ്കിൽ നാക്കനാൽ വഴി റൗണ്ട് അടിച്ച് പോകും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ മച്ചിങ്ങൽ എന്ന് പറയുന്നത് കോട്ടപ്പുറം കഴിഞ്ഞ് വരുമ്പോൾ അവിടെയാണ്. അപ്പോൾ ഞാനും അവിടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ എന്താ അവിടെ നിൽക്കണേ ചോദിക്കുമില്ല, ഞാനും എന്നാൽ വാ എന്ന് പറഞ്ഞ് നടക്കും. നടന്ന് ഒരു 3 റൗണ്ട് നടക്കും കേട്ടോ പുള്ളി. അപ്പോൾ ഞാനപ്പോൾ 2ാമത്തെ റൗണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോട്ടെ എന്ന് പറയും. പിന്നെ പുള്ളി കയറി അവിടെ ഈ സ്റ്റുഡൻസ് കോർണർ, വിദ്യാർത്ഥി കോർണർ. അപ്പോൾ അവിടെ മിക്ക ദിവസങ്ങളിലും പരിപാടി ഉണ്ടാവും, മീറ്റിങ്ങോ അതൊക്കെ ആയിട്ട്. അപ്പോൾ പുള്ളി അവിടെ ഈ തേക്കിൻകാട്ടിൽ വെറും നിലത്ത് ചമ്മറം പടിഞ്ഞിരിക്കും, എന്നുവെച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കും.
ആ മീറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഈ ചീട്ടുകളി സംഘങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഏതിൻ്റെലും ഒന്ന് അടുത്ത് പിന്നിൽ പോയി ഇരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛമ്മേനെ വന്ന് നിൽക്കാറുണ്ട്. എന്നിട്ടിങ്ങനെ എന്തുകൊണ്ടാണ് കാണിക്കണമെന്ന് കാർഡ് തെറ്റിയിട്ടാൽ ഉടനെ പുള്ളി അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ളതായിട്ട് ഞാൻ ഈ 3-4 പ്രാവശ്യം ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട് എനിക്ക് കേട്ടോ. എന്നോട് പറഞ്ഞ് ഈ പി എൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ തരണത്, ഞാൻ സാധാരണ കൊടുക്കാറില്ല, അവരുടെ എന്തെങ്കിലും ചോദിച്ചൊക്കെ തരും. വളരെ അടുപ്പമായിരുന്നു കേട്ടോ ആക്കിയിട്ട്. അത് മറ്റേ ഒരു അമ്മിണിയമ്മ പിന്നെ ഭാര്യ, പിന്നെ മാലതി മൂത്ത ഡോക്ടർ, പിന്നെ രാമൻകുട്ടി. ഇപ്പോൾ രാമൻകുട്ടി ഇവിടെ ഉണ്ടപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നിങ്ങനെ പറയുമ്പോൾ ഈ അമ്മിണിയമ്മ ഇടയ്ക്ക് പറയും, പ്രഭാകരൻ്റെ ആൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉന്തിത്തള്ളി വിട്ടാലേ ഇറങ്ങുള്ളൂ, പിന്നെ അങ്ങ് ഇറങ്ങിക്കൊള്ളൂ. എന്താ കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒരു പല കുടുംബം പ്രാരംഭത്തിലേ പിക്കവിടെ അറിയാം എന്നല്ലാതെ ഈ EMSൻ്റെ പോലെ ഇതില്ല. കാരണം അത് നമ്മൾ കോഴിക്കോട്ട് ഒരേ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അത് മറ്റേ 3 റൂമിലായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ ആര്യയൊക്കെ ഭയങ്കര അറിയാമായിരുന്നു എനിക്ക് നന്നായിട്ട്. അന്ന് മാലതിയാണ് കുട്ടി, ചെറിയ കുട്ടി. അപ്പോൾ മാലതി എൻ്റെ മൂത്ത ചേച്ചി ഇന്ദിര, രണ്ടുപേരും ഒരേ പ്രായമാണ്. ചന്ദ്രപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ ASFൽ തൃശ്ശൂർ അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് ചന്ദ്രപ്പൻ. അപ്പോൾ അന്ന് മുതലേ അടുപ്പമാണ് അതായിട്ട്. പിന്നെ ഞങ്ങളതുപോലെ ഈ എല്ലാ വർഷവും സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ അവസാനം അങ്ങനെ നടന്നത് കൊല്ലത്താണ് ചന്ദ്രപ്പനാക്കിയിട്ട്. അപ്പോൾ അന്ന് വന്നിരുന്നു. അപ്പം നല്ല അടുപ്പമായിരുന്നു, നല്ല ഭയങ്കര ഈ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പായിരുന്നു. അത് ഒരു അനിയനെ പോലെയാണ് എന്നെ അനിയൻ എന്നാണ് വീട്ടിൽ. അപ്പോൾ ഇയാളും അതന്നെയാണ് വിളിച്ചിരുന്നത്, അനിയൻ ചന്ദ്രപ്പൻ തന്നെ വിളിച്ചിരുന്നത്. വീട്ടിലെല്ലാവരും എന്നെ അനിയൻ എന്നാണ് വിളിക്കുക. അങ്ങനെയൊക്കെ ഉള്ളത് അവരായിട്ട്. അതുപോലെ ആൻ്റണി തോമസായിട്ടും ഒക്കെ ഇതുണ്ട്. പിന്നെ മമ്മൂട്ടി. ഇപ്പോഴുള്ളവരൊന്നും അറിയില്ല, പിന്നൊക്കെ പുതിയ അറിയാം, പക്ഷെ എന്നാലും ആ ബന്ധമില്ലല്ലോ, അതാണ്. ഞാനിങ്ങനെ അക്ഷരങ്ങളോടൊപ്പം 60 വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മകഥയാണ്, അനുഭവങ്ങളാണ്. അത് ഏതാണ്ട് പകുതിയായി. ഒരു 200-250 പേജിൽ ഒതുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ. അതിൽ ഈ തുടക്കം മുതലുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഈ പത്രപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടതും മറ്റ് ബന്ധങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അതിപ്പോൾ ഒരു മാസം കൊണ്ട് തീരും. പ്രഭാത് ഘോഷിൻ്റെ ശരിക്കും. പിന്നെ മൊത്തം വേറെ 5 പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. അതും 6ാമത്തെ പുസ്തകം. അതിപ്പോൾ ഇനി പിന്നൊന്നും ഉണ്ടാവില്ല. പത്രപ്രവർത്തക യൂണിയനിൽ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അതെ, അവിടെ പ്രസ് ക്ലബ്ബ് അവിടുത്തെ യൂണിയൻ തന്നെ ആയിരുന്നല്ലോ. അപ്പം അന്ന് അവിടെ 3 കൊല്ലത്തോളം ഇതാക്കിയിട്ട് പ്രസ് ക്ലബ്ബ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു. അന്നാണ് എനിക്ക് മറ്റേ ഈ VV ഗിരി വന്ന് അവാർഡൊക്കെ തന്നു. ഞാൻ പറഞ്ഞു പ്രസംഗ മത്സരത്തിൽ കുട്ടിക്കാലത്ത്. പിന്നെ അതുപോലെ എപ്പോഴും ഞാനിപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചത് കേരളമാ കോളേജിലാണ്. അന്ന് പ്രീ യൂണിവേഴ്സിറ്റി 5 ബാച്ചുണ്ട്. അതിൻ്റെ എല്ലാം കൂടി മൊത്തം ഒരു സംഘടന. അന്ന് ND സെക്രട്ടറി ഞാനായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്ന് പഠിച്ചു. അപ്പോൾ ഇവിടുത്തെ യൂണിയൻ ജനറൽ സെക്രട്ടറി ഞാനായിരുന്നു ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ. ഇവിടെ കൃഷ്ണപിള്ള സാറായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്. പിന്നെ ONV, തിരുനെല്ലൂർ കരുണാകരൻ, നമ്പൂതിരി, സരോജിനി ടീച്ചർ, ഇങ്ങനെ 5 പേര് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ONVയും തിരുനെല്ലൂരും കൃഷ്ണപിള്ള സാറും പിന്നെ ഇതാക്കിയിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. ഈ ടീച്ചർ പിന്നെ സ്റ്റുഡൻ്റ് എന്നുള്ള അല്ലാതെ തന്നെ നല്ല അടുപ്പമുണ്ടായിരുന്നു. കാരണം പുള്ളിയോട് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ട് മാതൃഭൂമിയിലേക്ക് വന്നതിന് ശേഷമൊക്കെ. അപ്പോഴും വലിയ നല്ല തിരുനെല്ലൂരായിട്ട് പിന്നെ അത്ര അടുപ്പമില്ല. കൃഷ്ണപിള്ള സാറും ആദ്യം ഉള്ളത്, പിന്നെ അദ്ദേഹം പെട്ടെന്ന് റിട്ടയർ ചെയ്ത് പോയി. അപ്പം അന്ന് ഇവർ കൂടുതലും ONVയും തിരുനെല്ലൂരുമായിരുന്നു. പിന്നെ ഒരു നമ്പൂതിരി സാറുണ്ടായിരുന്നു, പിന്നെ സരോജിനി ടീച്ചർ, ഇങ്ങനെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ. അവരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച MG രാധാകൃഷ്ണനൊക്കെ എൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നീടൊരു അശോകൻ, നല്ല സ്പിരിറ്റായിരുന്നു, ടീം സ്പിരിറ്റ്, നല്ല സ്പിരിറ്റ്. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഡിറ്റോറിയൽ ബോർഡുണ്ട്, അല്ല മറ്റേ റിപ്പോർട്ടേഴ്സിനെ വിളിച്ചു കൂടി അന്നൊന്ന് കവർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് തീരുമാനിച്ച് ഇന്ന ആൾ പോവുക എന്ന് പറഞ്ഞിട്ട് നോക്കി എല്ലാം നന്നായിട്ട് ചെയ്തിരുന്നു എല്ലാവരും. അതുപോലെ വൈകുന്നേരം എഡിറ്റോറിയൽ മീറ്റിംഗ് ഉണ്ട്, അതിൽ നമ്മളെയും വിളിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുക എന്തൊക്കെയാണെന്നുള്ളത്, നിങ്ങളുടെ ഐറ്റംസ് ഏതൊക്കെയാണ് പിന്നെന്നത് പറയും. അപ്പോൾ അത് നമുക്കൊരു കാര്യം ചെയ്യും, 1-ാം പേര് ഇന്നത് കൊടുക്കാം, മറ്റു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ തീരുമാനിച്ച് അങ്ങനെ ഒരു നല്ല ഇതായിരുന്നു. ടീം സ്പിരിറ്റ് നല്ല സ്പിരിറ്റായിരുന്നു. ചെയ്യുന്ന ജോലി സിൻസിയറായിട്ട് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് ചെയ്യുക.
അതിനടുത്ത് വേറെ വാർത്തകൾ പല വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട്. അതിന് മെനക്കെട്ടരുത്. കള്ളം കാണിക്കാനും പാടില്ല, വെള്ളം ചേർക്കാനും പാടില്ല. എന്താണ് യഥാർത്ഥ വാർത്ത, സത്യം എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുക. അതെനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമില്ല. ഞങ്ങൾ 6 മക്കളാണുള്ളത്. അതിൽ ഇപ്പം 3 പേരേ ഉള്ളൂ. മൂത്ത ഒരു ബ്രദറ് ദിവാകരൻ എന്നാണ് പേര്. അദ്ദേഹം ഈ അക്കൗണ്ടൻ്റ് ആയിരുന്നു. മാവൂർ റയൻസിലൊക്കെ ചീഫ് അക്കൗണ്ടൻ്റായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. കുറേ അദ്ദേഹം മരിച്ചു. പിന്നെ എൻ്റെ താഴെ ഇന്ദിര എന്ന് പറയുന്നത് അവരും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവർ മാരേജ് ചെയ്തത് കൊല്ലങ്കോട് MLA ആയിരുന്നു വാസുദേവ മേനോൻ, വാസുദേവ മേനോൻ. അദ്ദേഹവും ഇല്ല, ചേച്ചിയില്ല. പിന്നെ നേരെ മൂത്തത് ലീല. അവരിപ്പോഴും ഉണ്ട്, ഇവിടുത്തെ തിരുവനന്തപുരത്തുണ്ട്. അവർ ഈ മലയാള സാഹിത്യം എഴുതിയൊരു കുമാർജിയില്ല, പി കുമാറിൻ്റെ വൈഫാണ്. കുമാർജി ഇപ്പം ഇല്ല, അവരാണ് 4മത്തെ. പിന്നെ മൂന്നാമത്തെ. 4മത്തെ ഞാൻ. 5മത്തെ എൻ്റെ അനിയൻ സുധാകരൻ, അവൻ നേരത്തെ പോയി, എന്തൊരു അസുഖം വന്നിട്ട്. പിന്നെ അതിൻ്റെയും താഴെ ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ 5 പേരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. 3 പേര് ജീവിച്ചിരിപ്പുണ്ട്, 3 പേര് മരിച്ചുപോയി. അവരൊക്കെ വൈഫിൻ്റെ ലക്ഷ്മി എന്നാണ് പേര്. അവർ പിന്നെ ഇവിടെ ഒറ്റപ്പാലത്ത് എൻ്റെ ഈ കുമാർജി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ ബ്രദറില്ല, അദ്ദേഹത്തിൻ്റെ നീസാണ് കല്യാണം കഴിച്ചിട്ട്. അവർ തിരുവനന്തപുരത്ത് LICയിലായിരുന്നു, റിട്ടയർ ചെയ്തു. ഇപ്പോൾ എൻ്റെ കൂടെ അവരാണ് ഉള്ളത്. മക്കൾ 2 പേര്. മൂത്തത് ജയൻ, നാരായണൻകുട്ടി എന്നാണ് പേര്. നാരായണൻ വെച്ചാൽ അച്ഛൻ്റെ പേരിട്ട് തിരിയാണ്. അവൻ എൻജിനീയറാണ്, ഇവിടെ ട്രിവാൻഡ്രം എൻജിനീയറിംഗ് പഠിച്ച് ഇപ്പോൾ അമേരിക്കയിലാണ്. 16 വർഷമായിട്ട് അവിടെ സെറ്റിൽഡായി. അവിടെയും ഒരു ഫേമിൻ്റെ ചീഫായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയിരുന്നു. എന്നിട്ടാണ് ഈ അമേരിക്കൻ വിശേഷങ്ങൾ യാത്രാവിവരം ഞാൻ എഴുതിയത് കേട്ടോ. വരുമ്പോൾ അവിടെ തന്നെ അവരും അവിടെ ജോലിയുണ്ട്. അവരും ഇത് തന്നെ ഈ ടെക്നിക്കലായിട്ടുള്ളതാണ്. ഒരു മകനുണ്ട് അവർക്ക്. അവർ 3 ആളും ഇന്ത്യാനയിലാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി താമസിച്ചിരുന്നു കുറച്ച്. പിന്നെ മകള് ആശ അറിയാമല്ലോ, മറ്റേ ബാലഗോപാലിൻ്റെ വൈഫാണ്. അവൾ കോളേജ് പ്രൊഫസറാണ്, ഇപ്പോഴും MG കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് കുടുംബം. ഒന്നും പിന്നെ വേദനിക്കേണ്ടതോ അല്ലെങ്കിൽ ഖേദിക്കേണ്ടതായിട്ടുള്ള ഒന്നുമില്ല. എല്ലാം ഒരു ചിട്ട ഒപ്പിച്ച് പോയിട്ടുണ്ടെന്ന് അർത്ഥം. അതാണ് നമുക്ക് വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പത്രക്കാരെല്ലാം കള്ളുകുടിക്കുമെങ്കിൽ ഞാൻ കുടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ പാരമ്പര്യം, നമ്മുടെ മാതാപിതാക്കളുടെ പാരമ്പര്യം തുടർന്നിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ എനിക്ക് 82 പലരും വിശ്വസിക്കില്ല.